സഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസവും നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷം. ഡോളർ കടത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷ പ്രതിഷേധം. മുഖ്യമന്ത്രി മൗനം വെടിയണമെന്ന ആവശ്യവുമായി ബാനർ ഉയർത്തിയും മുദ്രാവാക്യം വിളിച്ചുമാണ് പ്രതിഷേധം. സഭയിൽ ബാനർ പ്രദർശിപ്പിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് സ്പീക്കർ പറഞ്ഞെങ്കിലും പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. സർ, മുഖ്യമന്ത്രി ഇത്രയും ഗുരുതരമായ ഒരു ആരോപണത്തിൽ ഇതുവരെ മറുപടി പറയാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഞങ്ങൾ ഈ പറഞ്ഞ ഗൗരവതരമായ വിഷയം സഭയിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കാത്തതുകൊണ്ടും ഞങ്ങൾ ഇന്ന് സഭാ നടപടികൾ ബഹിഷ്കരിക്കും. പട്ടികവിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പ്രതിഷേധം അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവിന് ഡൽഹിയിൽ പോകാനുള്ളതുകൊണ്ടാണ് സഭാ ബഹിഷ്കരണമെന്നും ഭരണപക്ഷം പരിഹസിച്ചു. അടിസ്ഥാനത്തിൽ അവർ പോകുന്നതാണെന്ന് കരുതരുത്. നേരത്തെ തന്നെ അവർ പോകാൻ തീരുമാനിച്ചാണ്. ഒറ്റ സബ്മിഷൻ പോലും ഇന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ ഇന്നത്തെ ഒരു പ്രകോപനമല്ല, ഇപ്പം മറുപടി പറയാത്തോണ്ടല്ല. നിയമസഭയ്ക്ക് മുന്നിൽ അഴിമതി വിരുദ്ധ മതിൽ തീർത്തും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. അഴിമതിക്കെതിരായ പോരാട്ടം നിയമസഭയ്ക്ക് പുറത്തും കൊണ്ടുവരികയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. തെറ്റായ നടപടികൾക്കെതിരായി, കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്ന നടപടികൾക്കെതിരായ ഞങ്ങളുടെ ഈ പോരാട്ടം നിയമസഭയ്ക്ക് പുറത്തേക്ക് ഞങ്ങൾ കൊണ്ടുവരികയാണ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്തു പറയുന്നു എന്നറിയാൻ ഞങ്ങളും കാത്തിരിക്കുന്നു, കേരളത്തിലെ ജനങ്ങളും കാത്തിരിക്കുന്നു. ഒരു തട്ടിപ്പ് കേസിൽപ്പെട്ട പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്കിതിൽ നിന്നും വ്യത്യസ്തനാകാൻ കഴിയുന്നത്? ഉമ്മൻചാണ്ടിക്ക് ഇല്ലാത്ത നീതി എന്തുകൊണ്ടാണ് പിണറായി വിജയന് ലഭ്യമാകുന്നത്? ടി ജി സജിത്താണ് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, ഈ നിയമസഭാ സമ്മേളനം പ്രതിപക്ഷത്തിന്റെ വിവിധ പ്രതിഷേധങ്ങളാൽ സമ്പന്നമായിരുന്നു. തുടക്കം ശശീന്ദ്രൻ രാജി ആവശ്യപ്പെട്ട്, പിന്നെ മന്ത്രി ശിവൻകുട്ടിയുടെ രാജി. ഇതിപ്പോൾ മുഖ്യമന്ത്രി രാജി ആവശ്യമില്ല, പക്ഷേ മുഖ്യമന്ത്രി വിശദീകരിക്കണം. അതിൽ 2 ദിവസമായ ബഹളം, ഇന്ന് ബഹിഷ്കരണം. എങ്ങനെ കാണാം ഈ സമ്മേളനത്തെ, ഇന്ന് നടന്ന കാര്യങ്ങളെ? സഭയുടെ അവസാന ദിവസങ്ങളിൽ ശക്തമായി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ നടത്താൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസമുണ്ട് പ്രതിപക്ഷ ക്യാമ്പിന്. പൊതുവിൽ ഡോളർ കടത്ത് കേസിലെ പുതിയ വെളിപ്പെടുത്തലുകൾ അത് മുഖ്യമന്ത്രിക്കെതിരെ തിരികുകയും ഇത് 2 ദിവസവും സഭയിൽ അത് ഉന്നയിക്കുകയും പ്രതിപക്ഷം ചെയ്തിരുന്നു. പക്ഷേ 2 ദിവസവും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. ഇന്നലെ ഇതേ വിഷയത്തിൽ സഭ സംഭവിച്ചതാണ്. വീണ്ടും ഈ വിഷയം ഉന്നയിക്കുന്നതിന്റെ ചട്ടപ്രശ്നങ്ങൾ, ചട്ടവിരുദ്ധ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് സ്പീക്കർ രാവിലെ ചൂണ്ടിക്കാണിച്ചത്. ഈ വിഷയം നേരത്തെ തീർപ്പ് കൽപ്പിച്ചതാണ് എന്നതായിരുന്നു സ്പീക്കറുടെ നിലപാട്. എന്നാൽ ഈ 2 വിഷയങ്ങളിലും മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നതാണ്, 2 ദിവസങ്ങളിൽ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ഈ വിഷയം സഭയ്ക്കകത്ത് ഉന്നയിച്ചു, സഭയ്ക്ക് പുറത്തേക്ക് ആ പ്രക്ഷോഭ പരിപാടി അവർ മാറ്റുകയായിരുന്നു. ഇന്നലത്തേന് സമാനമായി ഇന്ന് നിയമസഭയ്ക്ക് മുന്നിൽ ഒരു പ്രതിഷേധ മതിൽ തീർത്തുകൊണ്ടുള്ള പ്രതിഷേധം അറിയിക്കലാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മുഖ്യമന്ത്രി എന്തിന് മൗനം പാലിക്കുന്നു? മുമ്പ് മറ്റൊരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുത്തതാണ്. ഇപ്പോഴത്തെ മൊഴിക്ക് എന്തുകൊണ്ട് വിശ്വാസ്യതയില്ല എന്ന വാദമുണ്ടാകുന്നു. 2 പേർക്കും 2 നീതിയല്ലേ ഉണ്ടാവുന്നത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത്. എന്തായാലും നിയമസഭയ്ക്കകത്ത് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടന്ന പ്രക്ഷോഭ പരിപാടി നിയമസഭയ്ക്ക് പുറത്തേക്കും പ്രതിപക്ഷം മാറ്റുകയാണ്. കോൺഗ്രസ് UDF കേന്ദ്രങ്ങൾ ആ സമരം ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന വ്യാപകമായി മുഖ്യമന്ത്രിക്കെതിരായ രാഷ്ട്രീയ നീക്കമായി ഇത് മാറ്റും. ഇതാണ് പ്രതിപക്ഷത്തിന്റെ തന്ത്രം. കഴിഞ്ഞ 2 ദിവസത്തെ സമരങ്ങളുടെ തുടർച്ചയായുള്ള നീക്കങ്ങൾ ഇനി കേരളത്തിൽ പൊതുവിൽ സൈത്ത് സൂചിപ്പിച്ച പോലെ ഇനി നിയമസഭയ്ക്കകത്ത് സംഭവിച്ച അല്ലെങ്കിൽ ഉയർത്തിയ വാദങ്ങൾ പുറത്തുന്നയിക്കുക എന്നുള്ളതാണ്. സൈത്ത്, സാഹചര്യങ്ങളും മാറി വരുന്നു. ഇപ്പോൾ EDക്കെതിരായ കമ്മീഷന്റെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇന്ന് ED വീണ്ടും ചോദ്യം ചെയ്യാൻ പോകുന്നു സ്വർണ്ണക്കടത്തടക്ക കാര്യങ്ങൾ. അപ്പോൾ വീണ്ടും ഈ വിഷയങ്ങൾ സജീവ രാഷ്ട്രീയമായി മാറുന്നു എന്ന് തന്നെയാണ് ഈ സമയങ്ങളിൽ മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും ഈ നിയമസഭാ സമ്മേളനം കാലയളവിലെല്ലാം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ പ്രതിപക്ഷം നടത്തിയിരുന്നു. അത് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടതാവാം, കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ടതാവാം. ആ തരത്തിൽ സർക്കാരിനെതിരെ വലിയ നീക്കങ്ങൾ പ്രതിപക്ഷം തുടക്കം മുതൽ നടത്തിയിരുന്നു, വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഏറ്റവും ഒടുവിൽ ദിവസങ്ങളിലേക്ക് മുഖ്യമന്ത്രിയിലേക്ക് ഈ പ്രതിഷേധ പരിപാടികൾ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു ആത്മവിശ്വാസം. കാരണം ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പുതിയ ചില വെളിപ്പെടുത്തലുകളും കോടതി നിരീക്ഷണമൊക്കെ സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്. അത് അതേപടി നിയമസഭയിൽ കൊണ്ടുവരികയായിരുന്നു. അതാണ് അവരുടെ രാഷ്ട്രീയ നീക്കം. ഇനി അത് നിയമസഭയ്ക്ക് പുറത്തേക്ക് കൊണ്ടുവരും. എന്തായാലും കോൺഗ്രസ്
കോൺഗ്രസിന്റെ യുവജന സംഘടനകളടക്കം മുഖ്യമന്ത്രിയുടെ രാജിയും മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണം തുടങ്ങി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കൽ പോലെയുള്ള പ്രതിഷേധ പരിപാടികൾ നമ്മൾ കണ്ടതുമാണ്. സമാനമായ നീക്കങ്ങൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും. എന്തായാലും നിയമസഭയ്ക്കകത്ത് കണ്ട പ്രതിഷേധ പരിപാടികളുടെ ഒരു തുടർച്ച വരും ദിവസങ്ങളിലും ഉണ്ടാകും. ശരി സൈദ.